ഹലോ ഗായ്സ്, അപ്പോൾ ലൈസിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാ. യൂട്യൂബിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. PVC പൈപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ ഒരുപാട് കുട്ടി സുഹൃത്തുക്കളാണ് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത്. വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും കമൻറ്റിലൂടെയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അവർ ഈ ഗപ്പിനെ കളർ കൂട്ടണം എങ്ങനെയാണ്, പിന്നെ ചെറിയ ചെറിയ മിനി ടോയ്സ്, സയൻസ് എക്സ്പെരിമെൻറ്റ് അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ റിക്വസ്റ്റഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് കണ്ടൻറ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെറിയ ചെറിയ കുട്ടി ഐറ്റംസൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റമാണ്. പിന്നെ ഇത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം അതിൻ്റെ ഉള്ളിൽ ഓരോ ടിപ്സും കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തെറ്റൊക്കെ ഒന്നും വന്നു കഴിഞ്ഞാൽ അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം കേട്ടോ. സംഭവം ഞാൻ കാണിച്ചു തരുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം. നിങ്ങൾക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റണ്ട. നമ്മുടെ PVC പൈപ്പ് വെച്ചിട്ടാണ് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ OMKV ഉണ്ണിച്ചേട്ടനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടവരെല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി വർക്കായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് പറഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഉപകാരപ്പെടുന്ന, നിങ്ങൾ വീട്ടിൽ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയാലും ഒരുപാട് പേര് ചെടിച്ചട്ടിയും പ്ലാന്റേഷനൊക്കെ വീട്ടിലെ ഗാർഡനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിലൊരു ചെടിച്ചട്ടി നമുക്ക് ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലിടുക. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 9 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അത്രയും അളവ് ഈക്വലായിട്ട് എടുക്കുക. വീട്ടിൽ ഇതേപോലത്തെ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഗ്രൈൻഡർ ഇല്ലെങ്കിൽ ആക്സോ ബ്ലേഡോ, അല്ലെങ്കിൽ ഇതേപോലെ ഹീറ്റർ ഇല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടായാലും ഗ്യാസിലായാലും അടുപ്പിലായാലും നമുക്ക് ഇതേപോലെ ചൂടാക്കിയിട്ട് ഇതേപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ മെഷീനറി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ചില സ്ഥലത്ത് സ്പീഡാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സിപ്പ് ടൈ വെച്ചെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഒരു ഇരുമ്പിൻ്റെ ഇതേപോലെ വേസ്റ്റായിട്ട് കിടന്ന് വെച്ചൊരു സാധനമാണ്. നമുക്ക് ഇതേപോലെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ ഇത് ഈ PVC പൈപ്പും ഈ കമ്പിയും കൂടി നമ്മൾ സിപ്പ് ടൈപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് തമ്മിലൊരു പിടുത്തം വേണം. അതിനുവേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് 4 വശത്ത് നമ്മൾ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ 48 മണിക്കൂർ ഉണക്കി വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്.